ഹായ് ഹലോ എല്ലാവർക്കും സുഫേറ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പെരുന്നാളിന് എടുത്ത വീഡിയോസാണത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാക്കണ രാവിലെ തന്നെ കടി ഉണ്ടാക്കിയിട്ടില്ല, പഴം പുഴുങ്ങിക്കണം, മുട്ടയും പുഴുങ്ങിക്കണം കേട്ടോ. അങ്ങനെ പാൽ ചായ ഉണ്ടാക്കിക്കണം. അപ്പോൾ അതാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ ഇതാക്കണ തലേന്ന് തന്നെ ഞാൻ കോഴി മസാല ഇട്ട് വെച്ചിന്. അപ്പോൾ അതും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കണ്ട് എന്താക്കി അങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിക്കണം കേട്ടോ. കാരണം രാവിലെ തന്നെ നമ്മളെ പണികളൊക്കെ ഒന്ന് ഒരുക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ ഇതാക്കണത് ഞാനിവിടെ പായസത്തിന് സേമിയ പായസം ഉണ്ടാക്കണം. അപ്പോൾ അതും വറുത്ത് വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ റിച്ച് മോനെ എണീറ്റിക്കണേ. ഓനക്ക് കാലിൻ്റെ എല്ല് പൊട്ടിയോണ്ട് പിന്നെ വീഡിയോസൊന്നും എനിക്ക് ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓനെ നോക്കലൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ 2 മാസമായിട്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഇട്ടില്ല. പിന്നെ ഇപ്പോൾ ഒറ്റൊരു വീഡിയോസ് ഇപ്പോൾ മിഞ്ഞാന്നാണ് കേട്ടോ വന്നിട്ടത്. അപ്പോൾ അവൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വീഡിയോസൊക്കെ കേട്ടോ. അങ്ങനെ റിച്ച് മോനെ എണീറ്റ് അവനെ പല്ലിയിപ്പിച്ച് കൊടുത്ത് കണ്ട് അവനക്ക് ചായ കൊടുത്തിട്ടോ. പിന്നെ ഇതാക്കണം മുത്തു മോനക്കും സച്ചു മോനക്കും പിന്നെ വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി അവർക്കൊക്കെ കുളിക്കാനുള്ളതൊക്കെ സെറ്റാക്കി കൊടുത്താണ്. അവരെ കുളിയും കാര്യങ്ങളും ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടോ. അങ്ങനെ അവരിതാ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാക്കണം. മുത്തുമോനെ അങ്ങനെ ഒരുങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണം. പിന്നെ സച്ചുമോനെ ഒരുങ്ങി അങ്ങനെ 2 പേര് പോയിട്ടോ. പിന്നെ ഇതാക്കണം റിച്ച് മോനെ കുളിപ്പിച്ച് റിച്ച് മോനക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഇതാണ് അവൻ്റെ ഡ്രസ്സ് കേട്ടോ. അങ്ങനെ ഇതാക്കണം. പിന്നെ കാക്ക പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് കാക്കാൻ്റെ കുളിയും കഴിഞ്ഞ് കണ്ട് ഇതാക്കണം. അങ്ങനെ അവരും പോയിട്ടോ. പിന്നെ അങ്ങനെ ഇതാക്കണം. ഞാൻ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചായ കുടിച്ചിട്ടോ. അങ്ങനെ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്താക്കി സേമിയ പായസം ഉണ്ട് റെഡിയാക്കി വെച്ചിട്ടോ. കാരണം പായസം ആദ്യം തന്നെയാണ് വെച്ചാൽ എന്താണെന്നറിയോ, പിന്നെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാക്കണതേക്ക് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണ ചട്ടിയിൽ നെയ്യൊക്കെ ഒഴിച്ച് അണ്ടിപ്പരിപ്പും വറുത്ത് കോരി എടുക്കണുണ്ട് കേട്ടോ. ഈ ഒരു പായസം വെച്ചതെന്ന് പറഞ്ഞാൽ കുറേ വട്ടം ഓഫാക്കും വരക്കും അങ്ങനെയാണ് കേട്ടോ. കാരണം ഓനൊന്ന് കുളിക്കാൻ പോകുമ്പോൾ പിന്നെ ഓന് ആദ്യം ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിന് കൊണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇത് കരിയിൽ നിന്നിട്ട് ഇത് ഓഫാക്കി കേട്ടോ. അടിയിലൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ കുളിപ്പിക്കാൻ പോയപ്പോൾ പിന്നെയും ഓഫാക്കി കേട്ടോ. അങ്ങനെ കുറേ ടൈം എടുത്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ പിന്നെ എന്താക്കി പിന്നെ റിച്ച് മോനക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ റിച്ച് മോൻ ഇതാക്കണ ഞാൻ ചൂടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പായസം കൊടുക്കണത്. ആൾ നോക്കാണ്ട് എന്താക്കി ഒറ്റ കുടിക്കലിട്ടോ. വായി അങ്ങോട്ട് പൊള്ളിട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാക്കണ കുറേ മക്കളെ കൂട്ടുകാരന്മാർ അവരവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണ എൻ്റെ അമ്മായിമ്മയും പിന്നെ ഞങ്ങൾ നേരത്തെ ആയല്ലേ സെൻ്റെ അനിയനും വൈഫും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നന്ന ചെറിയ അനിയന് അവരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാര്യൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാക്കണം അവർ വന്ന് ഞാൻ മന്തിയായിട്ട് ഉണ്ടാക്കിന്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണം. അതൊക്കെ കഴിച്ച് അവരങ്ങനെ പോയിട്ടോ. പിന്നെ ഞങ്ങൾ രാത്രി ഞങ്ങളെ പിന്നെ ചെറിയ അനിയനുണ്ടായിരുന്നു കേട്ടോ സെല്ലിൻ്റെ. അപ്പോൾ അവന് വന്നിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അനിയൻ്റെ വീട്ടിൽ ഇനി വന്ന അനിയൻ്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് രാത്രി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാൾ അവിടെ ഇരുന്നിട്ട് രാത്രി ഉച്ചയ്ക്ക് ഞങ്ങളോടെയും അങ്ങനെ എന്താക്കി അവിടെ പോയി. അങ്ങനെ പിന്നെ ചോറും കറിയൊക്കെ അവിടെ ബീഫ് ബിരിയാണി വെച്ചിട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് പിന്നെ നമ്മൾ പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പടക്കം ഇതാക്കണം. പിന്നെ അനിയൻ്റെ വീട്ടിൽ വാർപ്പിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് എല്ലാവരും പൊട്ടിക്കണ പടക്കം ഉണ്ടായിരുന്നു, പൂത്തിരി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം. എല്ലാവരും നല്ല വൈബ് കേട്ടോ. കാരണം നൈറ്റും ഇല്ല, നല്ല രസമായിട്ട് എല്ലാവരും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ എന്താക്കി എല്ലാവരും അതൊക്കെ അങ്ങനെ പൊട്ടിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടുമ്പോൾ ഒരു രസം വേറെ തന്നെ കേട്ടോ. പിന്നെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കലപിലേന ഒച്ചയും ബഹളവും എന്താ പറയുക ഭയങ്കര രസമാണ് കേട്ടോ. എന്താ പറയുക ഒരു കാണാൻ തന്നെ ഒരു ക്യൂട്ട്നെസ്സാണ് മക്കൾ ഉണ്ടെങ്കിൽ. കാരണം മക്കളുണ്ടാകുമ്പോൾ നമുക്കൊരു വൈബ് വേറെ. കാരണം അവരായിട്ട് പിന്നെ ഇടപെടുമ്പോൾ എന്താ പറയുക നമ്മളും ഹാപ്പി അവരും ഹാപ്പി, ഒരു സന്തോഷമാണ് അതൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഇതൊക്കെ ഒരുമിച്ചിരുന്ന് കണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ തന്നെ നല്ല രസമായിട്ട് എന്താ വെച്ചാൽ ഭയങ്കര ഒച്ചയും ബഹളവും പിന്നെ ചിരിയും കളിയും വർത്താനൊക്കെ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ റിച്ചുമോനെ അവിടെ പിന്നെ സോഫയിലിരുത്തി. പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ പിന്നെ താഴെ പായൊക്കെ വിരിച്ച് കണ്ട് ഇതാക്കണം ഇതിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളന്ന് അവിടെ ഒരു ദിവസം നിന്നു കേട്ടോ. കാരണം പിന്നെ റിച്ചുവിനെയും കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾക്ക് ഉച്ചക്ക് പിന്നെ ഞങ്ങളെ ചെറിയ പിന്നെ സെല്ലനിയൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ, തറവാട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അന്ന് രാത്രിയായിട്ട് ഞങ്ങൾ പോരുന്നത്. പിന്നെ അന്ന് ഉച്ചക്കത്തി രാവിലെ തന്നെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം രാവിലെ നിന്നത് ഞങ്ങൾ നേരത്തെ ആയല്ല അനിയൻ്റെ വീട്ടിലായതുകൊണ്ട് അവിടുത്തൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഉച്ചക്ക് ചോറുന്നു അതും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ രാത്രി ഇപ്പോൾ ഞങ്ങൾ പോരാൻ നേരത്ത് പിന്നെ അനിയനായിരുന്നു പിന്നെ നമുക്കിന്ന് പടക്കമൊക്കെ പൊട്ടിക്കാൻ എന്നിട്ട് അങ്ങനെ അവന് പൈസ ഒക്കെ കൊടുത്ത് കണ്ട് എന്താക്കി ഇവർ എല്ലാവരും പോയി കണ്ട് കുട്ടികളൊക്കെ പോയി കണ്ട് വാങ്ങിയിട്ട് വന്നിട്ടോ. അപ്പോൾ എൻ്റെ മോനക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2ാമത്തെ ദിവസമായിട്ട് അങ്ങനെ 2 വീട്ടിലത്തെ പെരുന്നാളും കഴിഞ്ഞ് നല്ലൊരു റാഹത്തായിട്ടോ. കാരണം നമ്മൾ വീട്ടിലത്തെ കഴിഞ്ഞിട്ട്
തറവാട്ടിലും അനിയൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് നമ്മൾ കൂടുമ്പോൾ ഭയങ്കര രസമായിട്ട് പെരുന്നാളിന് നമുക്ക് എല്ലായിടത്തും കൂടി പോകാനും വരാനൊക്കെ ഉണ്ട്. പിന്നെ റിച്ചുമോൻ ഇങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവനെയും കൊണ്ട് അത്ര ദൂരം പോകലൊന്നും നടക്കില്ല. അതുകൊണ്ട് എന്താ പറയുക, എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കറങ്ങാനോ കാര്യങ്ങളോ ഒന്നിനും പോയിട്ടില്ല കേട്ടോ. കാരണം അവനടുത്ത് കൊണ്ടുപോകണം, എൻ്റെ കാലങ്ങനെ അനങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഭയങ്കര സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ സത്യം പറയുകയാണെങ്കിൽ പെരുന്നാൾ കൊളായി എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും നമ്മളുള്ളതും കൊണ്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിട്ടോ. അവനെയും വിഷമിച്ചില്ല, ഞങ്ങൾക്കും വിഷമമില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞു പോയത് വിഷമിച്ചിട്ടൊന്നും നമുക്കൊരു കാര്യമില്ല. അപ്പോൾ എന്താ പറയുക, നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി സന്തോഷിച്ച് എല്ലാവരും എന്താ പറയുക, പിന്നെ ഭയങ്കര ഒരു ഹാപ്പി. പിന്നെ ബനിയനും വൈഫൊക്കെ വേറെ വീടെടുത്തങ്ങാണ്ട് ഇപ്പോൾ താമസം മാറുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ഒരു പെരുന്നാളാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് കേട്ടോ. പിന്നെ ഇപ്പം എല്ലാവരും വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവനെയും കൊണ്ട് പോയത് കേട്ടോ. എത്ര റിസ്ക് എടുത്താലും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടോ, നല്ലൊരു വൈബ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ കുഞ്ഞു വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോസുമായിട്ട് വരാം. താങ്ക് യു.